ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ തന്നെ ഒരു പോർഷനാണ് റൊട്ടേറ്റിംഗ് ഡിസ്ക് എന്നുള്ള പോർഷൻ. അതായത് ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അതിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺസിഡർ ചെയ്തുള്ള ഡിസ്ക്കാണ് ഇത്. ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു പോയിൻറ്റിൻ്റെ ഡീവിയേഷൻ അവിടെ തീറ്റ ആംഗിൾ കാണിക്കുന്നത്, റേഡിയസ് ആർ എന്നും കാണിക്കുന്നുണ്ട്. 3 ആക്സിസ് നമുക്കറിയാം, എക്സ് വൈ സെഡ് എന്ന 3 ആക്സിസ് ഉണ്ട്. ഒമേഗ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വേരിയേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ 3 അസംഷൻസുകൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ ഡിസ്ക് ഈ സ്മോളാണ്. ഈ ഡിസ്കിൻ്റെ സ്മോൾ ആയിട്ടുള്ള തിക്നെസ് കാരണം ഈ തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതായത് തിക്നെസ് ഓഫ് ദ ഡിസ്ക് ഈസ് സ്മോൾ വെൻ കമ്പയർഡ് വിത്ത് ഇറ്റ്സ് റേഡിയസ്. ഹെൻസ് ദ റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ നമുക്കറിയാം തീറ്റ, റേഡിയൽ എന്ന് പറഞ്ഞാൽ ആർ അല്ലേ. അപ്പോൾ ആർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ ആർ, അതുപോലെ സർക്കംഫറൻഷ്യൽ ആകുമ്പോൾ സിഗ്മ തീറ്റ. ഈ ടേംസ് ഒക്കെ എന്തായിരിക്കും? ഡു നോട്ട് വേരി ഓവർ ദ തിക്നെസ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, വേരിയേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് ഡോ ബൈ ഡോ തീറ്റ ടോ ആർ തീറ്റ എന്നുള്ള ടൈം അല്ലേ. തീറ്റയ്ക്ക് അനുസരിച്ച് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. സിഗ്മ സെഡ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് സെഡ് ആക്സിസാണ്. സെഡ് ആക്സിന് ഇപ്പോൾ ഒരു സാധനം സെഡ് ആക്സിസ് ആണ്. ഇതിന് എബൌട്ട് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതാണ് ഈ ആക്സിന് എബൌട്ട് റൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സെഡിന് എബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് സിഗ്മ സെഡ് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സ്ട്രെസ് എലോങ് ആക്സിസ് ഈസ് 0, സിഗ്മ സെഡ് 0 ആയിരിക്കും. വേറെ ഒന്നുമില്ല, ബോഡി ഫോഴ്സ് കമ്പോണൻ്റാണ്. നമുക്കറിയാം എല്ലാ ബോഡിയിലുണ്ടാവും, എൻ്റെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു കമ്പോണൻറ്റ് സ്ട്രെസ് ഉണ്ടാകും, ഫോഴ്സ് ഉണ്ടാകും. ബോഡി ഫോഴ്സ് കമ്പോണൻറ്റ് ഇവിടെ റേഡിയൽ ഡയറക്ഷനുള്ള ബോഡി ഫോഴ്സ് കമ്പോണൻറ്റ് എന്നുള്ളത് ഇനേർഷ്യ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഇനേർഷ്യ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ഫോഴ്സ് കൊടുക്കാതെ ഈ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതിൻ്റെ ഇനേർഷ്യ അല്ലേ. അപ്പോൾ ബോഡി ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇനേർഷ്യ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്കറിയാം ബി ആർ ഈക്വൽ ടു എന്ത് വരും? റോ ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും. ഇതിൽ ഒമേഗ നമുക്കറിയാം ആംഗുലർ വെലോസിറ്റിയാണ്. റോ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ബോഡി എന്തുകൊണ്ട് മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇക്വിലിബ്രിയം ഇക്വേഷൻ അല്ലേ. നമ്മൾ സിലിണ്ടറിൻ്റെ കേസ് ആയതുകൊണ്ട് അല്ലേ, ഈ ഡിസ്ക് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുക സിലിണ്ടർ ആയിട്ടാണ് സിലിണ്ടറിൻ്റെ പോർഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് സിലിണ്ടറിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഡോ ബൈ ഡോ ആർ സിഗ്മ ആർ പ്ലസ് 1/r ഡോ ബൈ ഡോ തീറ്റ ടോ ആർ തീറ്റ സിഗ്മ ആർ മൈനസ് സിഗ്മ തീറ്റ ബൈ ഓർ പ്ലസ് ബി ആർ ആണ് ബോഡി ഫോഴ്സ്, ഈക്വൽ ടു 0 ആണ്. ആ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ നമുക്ക് അസംഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസായിട്ട് ഡോ ബൈ ഡോ തീറ്റ ടോ ആർ തീറ്റ 0 ആണ്. അപ്പോൾ ഈ ഒരു ടൈം എന്തായിരിക്കും? 0 ആയി പോകും അല്ലേ. അതുപോലെ ബി ആർ ഈക്വൽ ടു നമുക്കറിയാം റോ ഒമേഗ സ്ക്വയർ ആറാണ് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോവാണ്. ഡോ ബൈ ഡോ ആർ സിഗ്മ ആർ പ്ലസ് സിഗ്മ ആർ മൈനസ് സിഗ്മ തീറ്റ ബൈ ആർ പ്ലസ് ബി ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റോ ഒമേഗ സ്ക്വയർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റോ ഒമേഗ സ്ക്വയർ ആർ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എത്തി. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഈ 6 അടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു? 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ബൈ ആർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ സിഗ്മ ആർ പ്ലസ് സിഗ്മ ആർ മൈനസ് സിഗ്മ തീറ്റ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തും. ഇനി ഈ ഇക്വേഷൻ്റെ ബാക്കി എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ടേമിന് നമുക്ക് മറ്റൊരു ടേമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് അല്ലേ. ഇവിടെ 2 സിഗ്മ ആറിനെ നമുക്ക് ഒറ്റ സിഗ്മ ആറാക്കി മാറ്റണം. അതിലൊരു മെത്തേഡാണ് നമുക്ക് അറിയാം ഡി ബൈ ഡി ആർ ഓഫ് ആർ സിഗ്മ ആർ എന്ന ടൈം. ഇപ്പോൾ ഇതിൽ ഒറ്റ ടൈംസ് ഉള്ളൂ, ഒരു സിഗ്മ ആർ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിൽ 2 സിഗ്മ ആർ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒറ്റ സിഗ്മ ആറാക്കി മാറ്റാൻ ഈ ഒരു രൂപത്തേക്ക് മാറ്റുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അനുസരിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ആർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ആർ ഓഫ് സിഗ്മ ആർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? സിഗ്മ ആർ ആണ്. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നൊരു ഡി ബൈ ഡി ആർ ഓഫ് ആർ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ സിഗ്മ ആർ പ്ലസ് സിഗ്മ ആർ ഇൻറ്റു ഈ ടൈം എന്ത് 1 അല്ലേ വരിക? ഡി ബൈ ഡി ആർ ഓഫ് ആർ, ഡി ആർ ബൈ ഡി ആർ ഈക്വൽ ടു 1 ആയി വരുള്ളൂ. അപ്പം നോക്കിയറിയാം ഇതേ ടൈം തന്നെയാണ് ഇവിടെ കാണിക്കുന്ന ഈ ടൈം അല്ലേ. ആർ ഇൻറ്റു
ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ. ഡോ ബൈ ഡോ എന്നുള്ളതും ഡി ബൈ ഡി എന്നുള്ളതും ഇപ്പോൾ ഒന്ന് തന്നെയാണ്, ഡെറിവേറ്റീവാണ് കാണിക്കുന്നത്. ഒന്ന് പാർഷ്യൽ ഡെറിവേറ്റീവാണ്, ഒന്ന് ഡയറക്റ്റ് ഡെറിവേറ്റീവാണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ സിഗ്മ ആർ കണ്ടോ, അതുപോലെ ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ സിഗ്മ ആർ പ്ലസ് സിഗ്മ ആർ. അപ്പോൾ ഈ ഒരു ടേമിന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ ടേം, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും, ഈ ഇക്വേഷൻ എങ്ങനെ വരും, ആർ ഇൻറ്റു ഈ സ്ഥാനത്ത് ഡി ബൈ ഡി ആർ ഓഫ് ആർ സിഗ്മ ആർ. ഇത്രയും ടേംസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള ആരൊക്കെയുണ്ട്, മൈനസ് സിഗ്മ തീറ്റ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടുന്ന് സിഗ്മ തീറ്റ സെപ്പറേറ്റ് ആക്കി ചെയ്താൽ സിഗ്മ തീറ്റനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബാക്കി ഇവിടെ ആരൊക്കെ ഉണ്ടാവും, ഡി ബൈ ഡി ആർ ആർ സിഗ്മ ആർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്, സിഗ്മ തീറ്റൻ്റെ വാല്യൂ ആണ് ഇത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസൊക്കെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സ്ട്രെയിൻ്റെ വാല്യൂ ഇല്ലേ, നമുക്ക് സ്ട്രെയിൻ സിഗ്മ ആർ എപ്സിലോൺ ആർ ഉണ്ട് അല്ലേ. എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ എന്താണ് ശരിക്കും, ആറിലെ വേരിയേഷനാണ്. അപ്പോൾ ഡി യു ആർ ബൈ ഡി ആർ. അതുപോലെ എപ്സിലോൺ തീറ്റ എന്ത് വരും, എപ്സിലോൺ തീറ്റ നമുക്കറിയാം തീറ്റയിൽ വേരിയേഷൻ ഇല്ല, അതുകൊണ്ട് യു ആർ ബൈ ആർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, യു തീറ്റ 0 ആണ്, തീറ്റയ്ക്ക് അനുസരിച്ച് വേരിയേഷൻ ഇല്ല അല്ലേ. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് ഈ ടേംസ് ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്താൽ ഇവിടെ എപ്സിലോൺ ആർ ഈക്വൽ ടു എന്ത് വരും, എപ്സിലോൺ ആർ ഈക്വൽ ടു എന്ത് വരും, ഡി ബൈ ഡി ആർ ഓഫ് യു ആർ അല്ലേ. യു ആറിന് ഇവിടെ നമുക്ക് എഴുതണം അല്ലേ. ഇതിന് യു ആർ എന്ത് വരും, ആർ എപ്സിലോൺ തീറ്റ എന്ന് കിട്ടും, ആർ എപ്സിലോൺ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ യു ആറിൻ്റെ സ്ഥാനത്തുള്ള ടേം എന്താണ്, ആർ എപ്സിലോൺ തീറ്റ, ആർ എപ്സിലോൺ തീറ്റ. അപ്പോൾ നമുക്ക് ഒരാൾ കിട്ടി, എപ്സിലോൺ ആർ ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് ആർ എപ്സിലോൺ തീറ്റ. ഇനി നമുക്ക് വേറെ ആൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആർ എന്താണ്, എപ്സിലോൺ തീറ്റ എന്താണ് അല്ലേ. പോയിസൺ റേഷ്യോയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എങ്ങനെയാണ് എപ്സിലോൺ ആർ വരിക, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ ആറിലുള്ള സ്ട്രെയിനാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ജനറൽ നമുക്കറിയാം 1/e ഇൻറ്റു എപ്സിലോൺ ആർ ആകുമ്പോൾ സിഗ്മ ആർ പോസിറ്റീവ് ആയിരിക്കും, പിന്നെ മൈനസ് മ്യൂ ടൈംസ് സിഗ്മ തീറ്റ വരും. ഇതുപോലെ എപ്സിലോൺ തീറ്റ എങ്ങനെ വരിക, 1/e എപ്സിലോൺ തീറ്റ ആകുമ്പോൾ സിഗ്മ തീറ്റ പോസിറ്റീവ് ആയിരിക്കും, മൈനസ് മ്യൂ ടൈം സിഗ്മ ആർ വരും. ഈ എപ്സിലോൺ തീറ്റൻ്റെ വാല്യൂ ഇതിൽ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, എപ്സിലോൺ ആർ ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് എപ്സിലോൺ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ എപ്സിലോൺ തീറ്റനെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ എന്താണോ അതിവിടെ എഴുതിയാൽ മതി. എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/e പുറത്ത് കോൺസ്റ്റൻറ്റ് 1/e കൊടുക്കാം അല്ലേ. 1/e പുറത്തേക്ക് ഇട്ടു, 1/e ഡി ബൈ ഡി ആർ. എന്താ വേണ്ടുള്ളൂ, എപ്സിലോൺ തീറ്റ എഴുതാൻ വേണ്ടത്, കൂടെ ഒരു 6 സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വരും, ആർ സിഗ്മ തീറ്റ മൈനസ് ആർ മ്യൂ സിഗ്മ ആർ, ആർ മ്യൂ സിഗ്മ ആർ. ഈ മ്യൂ എന്താണ്, മ്യൂ എന്നുള്ളത് പോയിസൺ റേഷ്യോ ആണ്. മ്യൂ ഈക്വൽ ടു പോയിസോൺ റേഷ്യോ, പോയിസൺ റേഷ്യോ ആണ് മ്യൂ എന്ന് പറയുന്നത് കേട്ടോ. മ്യൂ എന്ന് പറഞ്ഞാൽ പോയിസൺ റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ കിട്ടി, എപ്സിലോൺ ആറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി, എപ്സിലോൺ ആറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ ഉണ്ട് ഒരു എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ. ഇവിടുത്തെ എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ എന്താ, എപ്സിലോൺ ആർ ഈക്വൽ ടു 1/e സിഗ്മ ആർ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ തീറ്റ അല്ലേ. ഈ രണ്ട് ഇക്വേഷനും ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഈ ഇക്വേഷൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. എപ്സിലോൺ ആർ ഈക്വൽ ടു 1/e ഇവിടെ ഉണ്ട്, പിന്നുള്ളത് ഡി ബൈ ഡി ആർ ആണ്, ഡി ബൈ ഡി ആർ ആണ്. ഇതിനുള്ളിൽ നോക്കി ആർ സിഗ്മ തീറ്റ, നമുക്ക് ആ മേലെ സിഗ്മ തീറ്റ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയുള്ളൂ, കൊടുത്തു നോക്കാം അല്ലേ. ആർ ഡി ബൈ ഡി ആർ ആർ സിഗ്മ ആർ പ്ലസ് ഒരു 6 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് ആവും, റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് ആവും. ഇപ്പോൾ എന്തായി, ഈ ടൈംസ് നമ്മൾ എഴുതി. ഇനി ഈ ടൈം കൂടി ഇല്ലേ, ആർ മ്യൂ സിഗ്മ ആർ. ഇതാണ് ഇവിടെ ഉള്ള എപ്സിലോൺ ആർ. ഇനി ഈ എപ്സിലോൺ ആർ നമുക്ക് എഴുതണം അല്ലേ, ഈ എപ്സിലോൺ ആറിന് എഴുതണം. അതെങ്ങനെ വരിക നോക്കി കേട്ടോ. എപ്സിലോൺ ആർ ഈക്വൽ ടു 1/e സിഗ്മ ആർ മൈനസ് മ്യൂ സിഗ്മ തീറ്റ. സിഗ്മ തീറ്റനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ചെയ്യാൻ പോവാണ്, മ്യൂ ഇൻറ്റു ഡി ബൈ ഡി ആർ ആർ സിഗ്മ ആർ പ്ലസ് റോ മൈനസ് ആണ് അല്ലേ, പ്ലസ് അല്ല മൈനസ് ആണ്. അപ്പോൾ സിഗ്മ ആർ എഴുതി, മൈനസ് ആണ്
സിഗ്മ തീറ്റ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് തന്നെ വരിക. മൈനസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഒരു മ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മ്യൂവിനെ സിഗ്മ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്കറിയാം മ്യൂ ഇൻറ്റു ഈ ടൈംസ് ഇവിടെ ഒരു മ്യൂ ആണ്, ആ മ്യൂ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ 2 എപ്സിലോൺ ആർ ഉണ്ട്. ഒരു എപ്സിലോൺ ആർ ഇത്, ഒരു എപ്സിലോൺ ആർ ഈ ടൈംസ്, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ 2 ടൈംസിന് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 2 ടൈമിനും ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഈ 2 എപ്സിലോൺ ആണോ, ഒരു എപ്സിലോൺ ആർ ഇത്, ഈ എപ്സിലോൺ ആറിനെയും ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1/e d/dr, പിന്നെ ആരുള്ളത് d/dr, r d/dr r സിഗ്മ ആർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് മൈനസ് ആർ മ്യൂ സിഗ്മ ആർ ഈക്വൽ ടു, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ടു ഈ ഭാഗത്ത് എന്തുണ്ട് 1/e അല്ലേ, ഈ ടൈംസ് 1/e സിഗ്മ ആർ മൈനസ് മ്യൂ ഇൻറ്റു d/dr ആർ സിഗ്മ ആർ മൈനസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ മ്യൂ. ഇത്രയും ടൈംസാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ 1/e ക്യാൻസലായി പോകും. പിന്നെ ഉള്ളത് നമുക്ക് ഉള്ളിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അല്ലേ. ഈ വീണ്ടും പ്രൊഡക്റ്റ് റോള് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആർ ഇൻറ്റു d/dr എന്ത് വരും, d²/dr², ആറിനുള്ളിൽ ആർ സിഗ്മ ആർ. പ്രൊഡക്റ്റ് റൂളാണ്, ഒന്നുകൂടി ചെയ്യണം. പ്ലസ് d/dr ഓഫ് ആർ സിഗ്മ ആർ, ആറിൻ്റെ ഡിഫറൻഷ്യേഷൻ എന്തായിരിക്കും 1 ആയിരിക്കും വരും, അപ്പോൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടേ വേണം. അപ്പോൾ ഇത് എന്തെങ്കിലും ആർ ക്യൂബിൻ്റെ ഡിഫറൻഷ്യേഷൻ എന്താ 3r². ബാക്കി കോൺസ്റ്റൻ്റ് ആരൊക്കെ ഉണ്ട്, റോ ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മ്യൂ കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് മ്യൂ കോൺസ്റ്റൻ്റ് ആണ്, d/dr ഓഫ് ആരുണ്ട് ആർ സിഗ്മ ആർ. അങ്ങനെ എഴുതിയാൽ മതി, ആർ സിഗ്മ ആർ. ഇക്വേറ്റ് ചെയ്യണ്ടേ, ഈക്വൽ ടു, ഇത് പുതിയ സ്റ്റെപ്പാണ്. താഴത്തെ ഇതേ ടൈംസ് അതേപോലെ എഴുതുക. സിഗ്മ ആർ ഉണ്ട്, മൈനസ് മ്യൂ ഇൻറ്റു d/dr ഓഫ് ആർ സിഗ്മ ആർ ഉണ്ട്, മൈനസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ മ്യൂ ഉണ്ട്. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ടേമും അതുപോലെ ഈ ഒരു ടേമും ഈക്വലാണ് അല്ലേ. അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോവാം. ബാക്കി ആരൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ്? അപ്പോൾ ബാക്കിയുള്ള ടേംസ് നമുക്ക് എഴുതാം. ആർ ഇൻറ്റു d²/dr² ഓഫ് ആർ സിഗ്മ ആർ പ്ലസ് d/dr ഓഫ് ആർ സിഗ്മ ആർ. ഈ ടേംസ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ, ഇതിലുണ്ട് ഒരു റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ, അപ്പോൾ പുറത്ത് എടുക്കാം. പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ പുറത്ത് കൊടുക്കുമ്പോൾ ബാക്കി എന്ത് വരിക, ഇവിടെ 3 ഉണ്ട് അല്ലേ. പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരുമിച്ചാക്കണം. അപ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. ഈ മൈനസ് ടൈമിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ എന്ത് വരും, 3 പ്ലസ് മ്യൂ എന്ന് വരും. 3 പ്ലസ് മ്യൂ അല്ലേ. ഈ ടൈംസ് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, മ്യൂ പ്ലസ് ആവും. അപ്പോൾ 3 പ്ലസ് മ്യൂ പുറത്ത് വരും, റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. പിന്നെ ഒരു ടൈം കൂടി ഉണ്ടാവും, അതാരാണ്, ഈ സിഗ്മ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, മൈനസ് സിഗ്മ ആർ എന്ന് വരും, ഈക്വൽ ടു 0 അല്ലേ. ഇത് നമുക്ക് എങ്ങനെ ആക്കാം, ഒരു ആർ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ ആർ, എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ d²/dr² ആർ സിഗ്മ ആർ പ്ലസ് ആർ ഇൻറ്റു d/dr ആർ സിഗ്മ ആർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് വരും അല്ലേ. 3 പ്ലസ് മ്യൂ ഉള്ളിലുണ്ട്, മൈനസ് ആർ ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടുക, ഒരു വാല്യൂ, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇനി നമുക്ക് വേണ്ടത്, ഇതിൽ നമുക്കറിയാം വേരിയേഷൻ എവിടെ വരുന്നത്, ആർ സിഗ്മ ആറാണ്. ഇതിലും ആർ സിഗ്മ ആറാണ്, ഇവിടെയും ആർ സിഗ്മ ആറാണ്. ഇവിടെ ആർ സിഗ്മ ആർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ആർ സിഗ്മ ആർ ഈക്വൽ ടു വാല്യൂ കൊടുക്കാം, സൈ എന്നുള്ള വാല്യൂ. എന്താ ഉച്ചരിക്കുക, സൈ എന്ന ഇതിനെ ഉച്ചരിക്കുക, സൈ, ഫൈ അല്ല സൈ. അങ്ങനെ നമ്മൾ ഇതെങ്ങനെ മാറ്റാം, ആർ സ്ക്വയർ d²/dr² സൈ അല്ലേ, സൈ
പ്ലസ് ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് സൈ പ്ലസ് റോ ഒമേഗ അല്ലേ. അപ്പോൾ റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് 3 + μ അല്ലേ. എല്ലാവരും സൈ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഈ ടൈംസ് എന്താണ് സൈ എന്ന ടൈം അല്ലേ അല്ലേ. സൈ ഈക്വൽ ടു എന്താണ് ആർ സിഗ്മ ആർ ആണ്. അപ്പോൾ മൈനസ് സൈ ഈക്വൽ ടു 0 അല്ലേ. ഈ ഒരു ഇതാണ് നമ്മളെ ഫൈനൽ ഇതിൻ്റെ ഇക്വേഷൻ വരും. അപ്പോൾ നമുക്ക് സൈ ആദ്യം എഴുതാം. അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ ഡി സ്ക്വയർ സൈ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ഡി സൈ ബൈ ഡി ആർ മൈനസ് സൈ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് ഇൻറ്റു 3 + μ ഈക്വൽ ടു 0 എന്നുള്ള നമ്മുടെ മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കേസിൽ നമ്മുടെ കയ്യിലുള്ള അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈ ഈക്വൽ ടു എന്താണെന്നുള്ള നമുക്ക് d²y എന്നുള്ള ഇക്വേഷൻ വരികയാണ് വിചാരിച്ചു. മാത്തമാറ്റിക്സ് d²y ബൈ dx² എന്നുള്ള ഇക്വേഷൻ വരുമ്പോൾ അതിന് y ഈക്വൽ ടു പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ ഇവിടെ d² സൈ ബൈ dr² ആകുമ്പോൾ ഇതിന് ആറിൻ്റെ ടൈമിൽ ഒരു വൈക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. ആ ഇവിടെ സൈൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരും? സി ഇൻറ്റു ആർ. സി എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്റർ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. സി ഇൻറ്റു ആർ ബൈ സി ഇൻറ്റു ആർ എന്ന് തന്നെ എഴുതണം. സി ഇൻറ്റു ആർ പിന്നെ പ്ലസ് ഡി ബൈ ആർ. ഡി എന്നുള്ളതും മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഒന്ന് സി മറ്റൊന്ന് ഡി. കാരണം ഇവിടെ ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ അല്ല d² ആണ് അല്ലേ. സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ഒന്ന് സിയും ഒന്ന് ഡിയും. അതാണ് ഇവിടെ സിയും ഡിയും വരുന്നത് കേട്ടോ. അപ്പോൾ സി ഇൻറ്റു ആർ പ്ലസ് ഡി ബൈ ആർ പിന്നെ മറ്റൊരു കോൺസ്റ്റൻ്റ് വേറെ ടൈംസ് വരുന്നത് 3 + μ/8. 3 + μ/ ഇത് μ ആണ്. 3 + μ/8 റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ സിഗ്മ ആർ കാണാം, എങ്ങനെ സിഗ്മ തീറ്റ കാണാം. സിഗ്മ ആർ നമുക്കറിയാം. സിഗ്മ ആർ എന്നുള്ളത് എന്താണ് സൈ. എങ്ങനെ സൈയും സിഗ്മ ആറും തമ്മിലുള്ള ബന്ധം എന്താ? സൈ ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ ആർ ആണ്. അപ്പോൾ സിഗ്മ ആർ എന്താ വരിക? സൈ ബൈ ആർ ചെയ്താൽ പോരെ. സൈ ബൈ ആർ ചെയ്താൽ മതി. ഇതാണ് സൈ. ഇവനെ ആറിൻ്റെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സി ഇൻറ്റു ആർ എന്നുള്ളത് സി മാത്രം വരും പ്ലസ് ഡി എന്ന് മാത്രം വരും അല്ലേ. ഡി ബൈ ആർ സ്ക്വയർ ആണ്. ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഡി ബൈ ആർ സ്ക്വയർ ആണ് മൈനസ് 3 + μ/8 ബ്രാക്കറ്റ് ഉണ്ട്. 3 + μ/8 റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ് എന്നൊരു ആറ് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി ആർ സ്ക്വയർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ എന്ത് വരിക? സിഗ്മ ആർ വരിക കേട്ടോ. ഇതാണ് നമ്മുടെ സിഗ്മ ആർ വരിക. ശ്രദ്ധിക്കുക, സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ ആറും സൈയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. സിഗ്മ ആറും സൈ എന്ന് പറയുന്നത് ആർ ഇൻറ്റു സിഗ്മ ആർ ഈക്വൽ സൈ ആണ്. അപ്പോൾ സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ സൈ ബൈ ആർ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സൈൻ്റെ വാല്യൂ ഇക്വേഷൻ ഉണ്ട്. ഇതിന് ആറിന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ ആറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സി ആവും, ഇവിടെ ഡി ബൈ ആർ സ്ക്വയർ ആവും, ഇവിടുന്ന് ഒരു ആർ ക്യൂബ് പോയിട്ട് ആർ സ്ക്വയർ ആയിട്ട് മാറും. അതാണ് സിഗ്മ ആർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ തീറ്റൻ്റെ വാല്യൂ. തീറ്റയ്ക്ക് നമ്മൾ ഇക്വേഷൻ ഉണ്ട് അല്ലേ. സിഗ്മ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ബൈ ഡി ആർ ഓഫ് ആർ സിഗ്മ ആർ. ഡി ബൈ ഡി ആർ ഓഫ് ആർ സിഗ്മ ആർ. ഇതാണ് സിഗ്മ തീറ്റൻ്റെ ഇക്വേഷൻ. പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ എന്നാണ് സിഗ്മ തീറ്റൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ സിഗ്മ തീറ്റ നമ്മൾ ചെയ്യാൻ പോവാണ്. ആർ സിഗ്മ ആർ എന്താണ്? സൈ ആണ്. ഡി ബൈ ഡി ആർ സൈ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ സിഗ്മ തീറ്റ ഈക്വൽ ടു, അപ്പോൾ സൈ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്താണ് സൈൻ്റെ വാല്യൂ? സൈൻ്റെ വാല്യൂ എന്താണ്? ഡി ബൈ ഡി ആർ ഓഫ് സൈൻ്റെ വാല്യൂ എന്താണ്? സി ആർ പ്ലസ് ഡി ബൈ ആർ മൈനസ് 3 + μ/8 ഇൻറ്റു റോ ഒമേഗ സ്ക്വയർ ആർ ക്യൂബാണ്. ഇതാണ് സൈ. ഇവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. പ്ലസ് എന്തുകൂടി ഉണ്ട്? റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഉണ്ട്. നമ്മൾ നോക്കി നോക്കാം. സിഗ്മ തീറ്റ ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. സി ആറിന് ഡിഫറൻഷ്യേറ്റ് നമുക്കറിയാം. സി ആറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സി ആ കിട്ടുക അല്ലേ. പിന്നെ ഡി ബൈ ആറിൻ്റെ ഡിഫറൻഷ്യേഷൻ എന്താണ്? ഡി കോൺസ്റ്റൻ്റ് ആണ്. 1/r ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് 1/r സ്ക്വയർ ആണ്. 1/r ഡിഫറൻഷ്യേഷൻ മൈനസ് 1/r സ്ക്വയർ ആണ്. പുറത്തുള്ള ഡി കോൺസ്റ്റൻ്റ് ഉണ്ട്. മൈനസ് 3 + μ/8. പിന്നെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡിഫറൻസ് 3r സ്ക്വയർ ആണ് വരിക. അപ്പോൾ 3 × 3r സ്ക്വയർ
റോ ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. 3r² റോ ഒമേഗ സ്ക്വയർ. പുറത്ത് ആരുണ്ട്? റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ പുറത്തുണ്ട് കേട്ടോ. ആർ സ്ക്വയർ ആണ്. അപ്പോൾ റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. ആദ്യം എഴുതാം റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. സി മൈനസ് ഡി ബൈ ആർ സ്ക്വയർ. ഈ ടേമിനെ ശ്രദ്ധിക്കുക. കോമണുള്ള ടേംസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ കോമൺ ആണ്. ബാക്കിയുള്ള ടേംസ് ആരാണ്? ഇവിടെ 1 ഉണ്ട്. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്ലസ് എടുത്തിക്കാണ്. പ്ലസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. മൈനസ് ബാക്കി ആരൊക്കെ ഉണ്ട്? ഇവിടെ 3 + μ/8 ഉണ്ട്. പിന്നെ ഒരു 3 കൂടി ഉണ്ട്. അപ്പോൾ സി മൈനസ് ഡി ബൈ ആർ സ്ക്വയർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. ഈ ടൈം ശ്രദ്ധിക്കുക. 1 × 8 ബാക്കിയുള്ള ടൈംസ് 3 × 3 9 മൈനസ് 3 μ ഓൾ ഡിവൈഡ് ബൈ 8 ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. സി മൈനസ് ഡി ബൈ ആർ സ്ക്വയർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. 8 - 9 എന്തറിയാം? -1 ആണ്. -1 മൈനസ് 3 μ/8. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. സി മൈനസ് ഡി ബൈ ആർ സ്ക്വയർ പ്ലസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. മൈനസ് പുറത്തേക്ക് എടുക്കാം അല്ലേ? കാരണം ഇവിടെ എന്ത് വരിക? മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ ടേംസ് മൈനസായി മാറി. പിന്നെ ഇവിടെ ആരുള്ളത്? 1 + 3 μ/8 അല്ലേ? അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? സിഗ്മ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? സി മൈനസ് ഡി ബൈ ആർ സ്ക്വയർ മൈനസ് റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു 1 + 3 μ/8. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന സിഗ്മ തീറ്റൻ്റെ വാല്യൂ. ഓക്കെ. സിഗ്മ ആർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ ആർ ഈക്വൽ ടു എന്ത് കിട്ടും? സി ബൈ ഡി ബൈ ആർ സ്ക്വയർ മൈനസ് 3 + μ/8 റോ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സിഗ്മ ആറും കണ്ടുപിടിച്ചു, സിഗ്മ തീറ്റയും കണ്ടുപിടിച്ചു. ഓക്കെ.